ഹായ് ഫ്രണ്ട്സ്, ഓട്ടോ ഡീലക്സ് യൂസ്ഡ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നല്ല മൈലേജ് ഉള്ള അതേപോലെ മെയിൻ്റനൻസ് കുറവുള്ള ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന ഒരു അടിപൊളി എത്തിയോസ് ലിവയാണ് പരിചയപ്പെടുത്തുന്നത്. എത്തിയോസ് ലിവയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2012 മോഡലാണ്. ഒരു സ്കൈ ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത്. റീരജിസ്ട്രേഷൻ ആണ്. നല്ല മാർക്കറ്റാണ് ഈ വണ്ടി. എത്തിയോസിനെ പറ്റി അന്വേഷിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു വണ്ടിയാണ്. കാരണം ഇതിന് മെയിൻ്റനൻസ് വളരെ കുറവാണ്, വളരെ ചീപ്പ് റേറ്റ് ആണ് വരിക. അതേപോലെ നല്ല മൈലേജ് ആണ്. പിന്നെ ആദ്യം ഇറങ്ങിയ എത്തിയോസിന് പറഞ്ഞാൽ നല്ല ഡിമാൻഡുമാണ്. അപ്പോൾ അങ്ങനെ എത്തിയോസ് ലിവ് അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വേഗം വന്നോളൂ. ഇത് റീവണ്ടിയാണ്. പിന്നെ ഫ്രണ്ട് ബമ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 2016 ശേഷം വന്ന ഫേസ് ലിഫ്റ്റിലേക്ക് ഫ്രണ്ട് ബമ്പർ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്തൊരു വണ്ടിയാണ്. ഡീസലിന് ഒരു 20-22 കിലോമീറ്ററൊക്കെ ആവറേജ് മൈലേജ്, അല്ലെങ്കിൽ 24 വരെ ആവറേജ് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയും കൂടിയാണ് കേട്ടോ. വാഹനത്തിൻ്റെ പുറകുവശത്തേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയാണ്. സ്കൈ ബ്ലൂ കളറിൽ നല്ല വൃത്തിയിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഇതിന് ബാങ്ക് ലോൺ കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു 2-2.5 ലക്ഷം റുപ്യൊക്കെ ബാങ്ക് ലോൺ കിട്ടും. നല്ല ക്വാളിറ്റി വണ്ടി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് മെയിൻ്റനൻസിന് വേണ്ടി പൈസ ചിലവാക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പമുള്ള ലെഗ് റൂമാണ്. അതുകൊണ്ട് നമുക്ക് കാല് കാര്യങ്ങളൊക്കെ നല്ല നീട്ടി വെക്കാനുള്ളതുണ്ട്. അതേപോലെ സീറ്റ് കവറൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ബൂട്ട് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പവർ വിൻഡോ ബട്ടൺ കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സീറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഈ ഒരു വണ്ടിക്ക് നമ്മൾ 3.5 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. വണ്ടി ഉള്ളത് മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് റൂട്ടിൽ ഒരു 3 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മേൽമുറി ആലത്തൂർപ്പടി എന്ന സ്ഥലത്താണ് ഈ ഒരു വാഹനം ഉള്ളത്. ഓട്ടോ ഡീലക്സ് എന്ന നമ്മുടെ സ്ഥാപനത്തിലാണ് വണ്ടി ഉള്ളത്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. മാക്സിമം ലോണൊക്കെ വേണമെങ്കിൽ നമ്മൾ മേടിച്ചു തരാൻ പറ്റും. 2012 മോഡലാണ്. 27 വരെയൊക്കെ റിന്യൂവൽ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. പിന്നെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും നിലവിലില്ല. ടയറൊക്കെ ഒരു ആവറേജ് ടയറൊക്കെ കാര്യങ്ങളൊക്കെ ഓടാണ്ട്. പിന്നെ നിങ്ങളൊരു വണ്ടികൾ അന്വേഷിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആക്കാം. കാരണം വെച്ചാൽ ഇതുപോലെയുള്ള വാഹനങ്ങൾ വിൽപ്പനയ്ക്ക്, അതേപോലെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ മാത്രം പറയുന്ന ചാനലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. എല്ലാ സപ്പോർട്ടുമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യമാണെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ 2 നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വാഹനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതൊരു വാഹനത്തെക്കുറിച്ചാണെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇനി വാഹനത്തിൻ്റെ കാര്യം ഒന്നുകൂടി പറയാൻ പറ്റും കേട്ടോ. 2012 മോഡൽ റീരജിസ്ട്രേഷനിൽ വരുന്ന GD AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്കൊക്കെ വരുന്ന ഡീസൽ വണ്ടിയാണ്. ഒരു ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ ഓടാണ്ട് ബ്ലൂ കളറിൽ, അതായത് സ്കൈ ബ്ലൂ കളറിലാണ്, അതായത് പക്ക ബ്ലൂ അല്ല, സ്കൈ ബ്ലൂ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഡീസലിന് ഒരു 20-24 കിലോമീറ്റർ ആവറേജ് മൈലേജ് കിട്ടുന്ന, മെയിൻ്റനൻസ് കുറവുള്ള, എത്ര കാലം കഴിഞ്ഞാലും വാങ്ങിയ വില കിട്ടുന്ന ഡിമാൻഡുള്ളൊരു വാഹനമാണ്. അപ്പോൾ അപൂർവ വണ്ടികൾക്ക് മാത്രമാണ് ഇങ്ങനെ നല്ല മാർക്കറ്റുള്ള വണ്ടി. അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയാണ് എത്തിയോസ് ലിവ. അപ്പോൾ ഈ ഒരു വാഹനം വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ കേട്ടോ. അപ്പോൾ അത്രയും നേരം നമ്മളൊരു വീഡിയോ കാണാൻ വേണ്ടി സമയം മാറ്റി വെച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.